നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമ്മുടെ ഫിനാൻസിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, എന്താണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ റെഫേഴ്സ് ടു ഹൗ വെൽ എ പേഴ്സൺ ഈസ് ഏബിൾ ടു കൺഫോം ഹിസ് ഓർ her spending and savings to the financial plan that have set to achieve the monetary goals. അപ്പം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വല് അയാളുടെ മോണിറ്ററി ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അയാളുടെ സ്പെൻഡിങ്സിനെയും സേവിങ്സിനെയും എങ്ങനെയാണോ ഫിനാൻഷ്യലി പ്ലാൻ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് വിളിച്ചത്. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഹൗ വെൽ എ പേഴ്സൺ ഈസ് ഏബിൾ ടു കൺഫോം ഹിസ് ഓർ ഹെർ സ്പെൻഡിങ്സ് ആൻഡ് സേവിങ്സ്. നമ്മുടെ സ്പെൻഡിങ്സ് എങ്ങനെയാകണം, നമ്മുടെ സേവിങ്സ് എങ്ങനെയാകണം എന്ന് ഒരാൾ പ്ലാൻ ചെയ്യുന്നതാണ് അയാളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന പൈസ മുഴുവൻ സ്പെൻഡ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അവിടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലെന്ന് പറയാം. നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്നോ, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നോ, എവിടെയൊക്കെ സേവ് ചെയ്യുന്നോ ഉള്ളത് നമുക്ക് അറിയില്ലെങ്കിൽ അവിടെയും നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്ന് അറിയണം. ആ സോഴ്സ് ഓഫ് ഇൻകം എങ്ങനെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നു, എവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുവഴി നമ്മുടെ മോണിറ്ററി ഗോൾസ് ഒക്കെ നമ്മൾ അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നിടത്താണ് എന്ത് സംഭവിക്കുന്നത്, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ച് പറയുമ്പോൾ, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് എ പ്രാക്ടീസ് ഓഫ് മെയിൻറ്റെയിനിങ് കൺട്രോൾ ഓവർ വൺസ് ഫിനാൻഷ്യൽ റിസോഴ്സ്. അപ്പൊ നമുക്ക് എന്താണ് പ്രാക്ടീസ്? ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണ്? ഒരു പ്രാക്ടീസ് ആണ്. എല്ലാവരിലും ഒരുപോലെ അല്ല ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് മെയിൻറ്റെയിനിങ് കൺട്രോൾ ഓവർ വൺസ് ഫിനാൻഷ്യൽ റിസോഴ്സ്. ഒരാളുടെ ഫിനാൻഷ്യൽ റിസോഴ്സിനെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ്. ബൈ മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻ അബൌട്ട് സ്പെൻഡിങ്, സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. സോ നമുക്കറിയാം, ഒരു 50,000 രൂപ സാലറി കിട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു 5 പേരെ എടുത്തു നിർത്തി കഴിഞ്ഞാൽ 5 പേരും 5 ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരായിരിക്കും. കിട്ടുന്ന സാലറി അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ആണ്, 50,000 റുപ്പീസ്, 50,000 രൂപയാണ് ഈ പറഞ്ഞ 5 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കും കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വരുമാനം അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് പെർ മന്ത് 50,000 റുപ്പീസ് ആണ്. പക്ഷെ ഈ 50,000 റുപ്പീസ് 5 പേരും 5 രീതിയിലാണ് സ്പെൻഡ് ചെയ്യുന്നത്, 5 രീതിയിലാണ് സേവിങ്സിലോട്ട് മാറ്റുന്നത്, 5 രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റുന്നത്. അപ്പൊ ഇത് ആരാണോ ഏറ്റവും ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഏറ്റവും ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്, അവരുടെ എല്ലാ നീഡ്സിനെയും വാൻസിനെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എല്ലാ ഡിസ്ക്രിഷണറി എക്സ്പെൻസുകളെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള സ്പെൻഡിങ്ങുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് സേവിങ്സിലോട്ട് ഒരു പോർഷൻ മാറ്റുന്നു, ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു പോർഷൻ ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ആരാണോ അവരുടെ ഫിനാൻസിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ദ ബെസ്റ്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആൾക്കാർ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണ്? പ്യുവർലി ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്താണ് അവരുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ഇപ്പൊ നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഹെൽപ്പ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിനെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫിനാൻസ് മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെ അങ്ങനെ ആയി തീർന്നാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ബെനിഫിറ്റ്സുകളുണ്ട്, അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ടു അവോയ്ഡ് അൺപ്ലാൻഡ് എക്സ്പെൻസ്. അല്ലെ, നമുക്ക് പ്ലാൻ ചെയ്യാതെയുള്ള എക്സ്പെൻസുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആള് ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കും. ആ ബഡ്ജറ്റിൽ അയാളുടെ സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്ന് അയാൾക്ക് അറിയാൻ സാധിക്കുന്നു. ആ ഇൻകത്തിൽ എന്തൊക്കെയാണ് അയാളുടെ മേജർ ആയിട്ടുള്ള സ്പെൻഡിങ്സ് എന്ന് അയാൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തൊക്കെയാണ് സേവിങ്സിലോട്ട് പോകേണ്ടത്, എത്രയാണ് അയാൾ ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റേണ്ടത് തുടങ്ങിയുള്ള എല്ലാ ഡീറ്റെയിൽസും ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കും. അപ്പൊ ബഡ്ജറ്റിന് പുറത്തുള്ള അൺനെസസറി ആയിട്ടുള്ള അൺപ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്താണ് അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഇമ്പൾസ് ആയിട്ടുള്ള പർച്ചേസുകളൊക്കെ ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നെന്താണ്? ടു അവോയ്ഡ് അൺപ്ലാൻഡ് എക്സ്പെൻസ്. സെക്കൻഡ് പറയുന്നതാണ്, നമ്മള്
ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ ടു ബാലൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ്. നമ്മുടെ വരവും ചെലവും, ഇൻകവും എക്സ്പെൻസ് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ വരവറിഞ്ഞേ നമ്മൾ ചെലവ് ചെയ്യത്തുള്ളൂ, നമ്മുടെ വരവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, സ്പെൻഡിങ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും ഓവർ സ്പെൻഡിങ്ങിലോട്ട് പോകില്ല. അവിടെയും നമുക്ക് ബഡ്ജറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻകത്തിനുള്ളിൽ നിർത്തിക്കൊണ്ട്, വരവിനുള്ളിൽ നിർത്തിക്കൊണ്ട് നമുക്ക് എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്ത എന്താണ്, മൂന്നാമത്തെ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ്, ടു അവോയ്ഡ് ഡെപ്റ്റ് ഡ്രാഫ്റ്റ്. നമുക്ക് ഡെപ്റ്റ് ഡ്രാഫ്റ്റിൽ പോയി പെടാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. കാരണം നമ്മൾ വരവറിയാതെ ചെലവ് നടത്തി കഴിഞ്ഞാൽ, നമ്മുടെ സോഴ്സ് ഓഫ് ഇൻകം അറിയാതെ നമ്മൾ ധാരാളം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും മാസാവസാനം ആകുമ്പോൾ കയ്യിൽ പൈസ കാണില്ല, നമുക്ക് സേവിങ്സ് ഉണ്ടാകില്ല, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകില്ല. മാസാവസാനം ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുന്നു. അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും കടം എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, അല്ലെ ക്രെഡിറ്റ് കാർഡുകളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അവിടെയൊക്കെ നമുക്ക് എന്താണ്, ഡെപ്റ്റ് ട്രാപ്പിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരാണ് എങ്കിൽ നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റുകൾ, അൺപ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഇല്ല, അൺനെസസറി എക്സ്പെൻസുകൾ നമുക്കില്ല, ഇൻകവും എക്സ്പെൻസും നമ്മൾ ബാലൻസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നു, ടു അവോയ്ഡ് എ ഡെപ്റ്റ് ട്രാപ്പ്. എന്താണ് നാലാമത്തെ ഓപ്ഷനിൽ പറയുന്നത്, ടു അവോയ്ഡ് ദ ചാൻസ് ബീയിങ് ഇൻവെസ്റ്റഡ് ഇൻ ഇല്ലീഗൽ സ്കീംസ്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ആൾക്കാർ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ്, ഒരു ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് അവർ വേരിയസ് സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും, അനലൈസ് ചെയ്യും, എന്നിട്ടായിരിക്കും ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ ഒരിക്കലും ഇല്ലീഗൽ ആയിട്ടുള്ള സ്കീംസുകളിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും മീഡിയ ഇൻഫ്ലുവൻസിലൂടെയോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പിയർ ടീമിന്റെ ഇൻഫ്ലുവൻസിലൂടെയോ ഒക്കെ നമ്മൾ എന്താണ് ഇല്ലീഗൽ ആയിട്ടുള്ള സ്കീമുകളിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഇല്ലീഗൽ സ്കീംസ് ഒക്കെ ഒഴിവാക്കാനായിട്ട്, പെട്ടെന്ന് പണക്കാരനാകുക എന്ന് പറയുന്ന ലക്ഷ്യം നമ്മൾ ഒഴിവാക്കി വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട് കൂടി നമ്മൾ ലീഗൽ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. നമുക്കറിയാം SIP പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോമ്പൗണ്ടിങ് പവർ ആണ് പലപ്പോഴും നമ്മളെ ഹ്യൂജ് എമൗണ്ട് റിട്ടേണിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു നിയർ ഫ്യൂച്ചറിൽ നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നടക്കില്ല. അപ്പോഴാണ് നമ്മൾ പലപ്പോഴും ഇല്ലീഗൽ സോഴ്സിലോട്ട് പോകുന്നത്. പക്ഷെ ഇത് അറിയാവുന്ന ആൾക്കാര് എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ലോങ് റണ്ണിൽ ഹ്യൂജ് എമൗണ്ട് റിട്ടേൺ കിട്ടുന്നതിന് വേണ്ടി, കോമ്പൗണ്ടിങ് പവർ എൻജോയ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഇല്ലീഗൽ സ്കീംസിലൊന്നും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യില്ല. അടുത്തൊരു പോയിന്റിൽ പറയുന്നത് എന്താണ്, ടു കീപ് ദ സ്പെൻഡിങ് ഹാബിറ്റ്സ് ഇൻ ട്യൂൺ വിത്ത് ബഡ്ജറ്റ്. അപ്പൊ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് എങ്ങനെയാണ്, നമ്മൾ ഇമ്പൾസ് ആയിട്ടുള്ള സ്പെൻഡിങ്സോ ഇമ്പൾസ് ആയിട്ടുള്ള എക്സ്പെൻസുകളോ ഒന്നും നമുക്ക് ഉണ്ടാകില്ല. നമ്മൾ ട്യൂൺ വിത്ത് ബഡ്ജറ്റ്. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചായിരിക്കും നമ്മൾ സ്പെൻഡിങ്സ് ഒക്കെ. ഈ മാസം എവിടെയൊക്കെ നമ്മൾ പേയ്മെന്റുകൾ കൊടുക്കാനുണ്ട്, എവിടെയൊക്കെ നമ്മൾ സേവ് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെയാണ് നമുക്കിനി അഡീഷണൽ ആയിട്ട് പൈസ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് എല്ലാം എന്തിനാ റിലേറ്റ് ചെയ്താണ്, ട്യൂൺ വിത്ത് ദ ബഡ്ജറ്റ്. അപ്പൊ ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നത് നമ്മുടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ബഡ്ജറ്റ് നമുക്കറിയാം, ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫിനാൻസിനെ മാനേജ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ഇൻഡിവിജ്വലിന് ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് എന്ന് പറയുന്നത് എന്താണ്, ടു ഇൻകുൾക്കേറ്റ് ദ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എമംഗ് ദ ചിൽഡ്രൻസ് ഇൻ ദ ഫാമിലി. നമ്മുടെ കുടുംബത്തിലെ കുട്ടികളിൽ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ എന്താണ്, അതിനകത്തൊരു ഏജന്റ് എന്ന് പറയുന്നത്, പ്രൈമറി ഏജന്റ് എന്ന് പറയുന്നത് പേരൻസ് ആണ് അല്ലെങ്കിൽ ഫാമിലി ആണെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഫിനാൻഷ്യൽ സോഷ്യലൈസേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ പേരൻസ് ഫിനാൻസ് ഡീൽ ചെയ്യുന്നത് കണ്ടോ, അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ, അവരുടെ ബിഹേവിയറിലൂടെ ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് കുട്ടികളായിരുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയത്. അപ്പൊ എങ്ങനെയാണോ അവര് ഈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നടപ്പിലാക്കുന്നത്, അല്ലെ ഫിനാൻസ് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണോ, അതായിരിക്കും നമ്മളിലും ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ വെൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളും എങ്ങനെയായിട്ട് മാറും, ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്, ടു സേവ് ആൻഡ് ഇൻവെസ്റ്റ് മോർ ഫോർമൽ ചാനൽ. നമ്മൾ സേവിങ്സിന് വേണ്ടി പൈസ മാറ്റി വെക്കുന്നു, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പൈസ നമ്മൾ മാറ്റി വെക്കും. എവിടെയാണ്, ഫോർമൽ ചാനലിലാണ്, അല്ലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള, ദെൻ ഫെയർ റിട്ടേൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, ദെൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഫോർമൽ ചാനലുകളിലൂടെ മാത്രമേ നമ്മൾ സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും നടത്തൂ. അതായത് കുറുക്ക് വഴികളിലൂടെ നമ്മൾ പൈസ ഉണ്ടാക്കുന്ന ശ്രമിക്കില്ല. അടുത്തതാണ് ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ബിഫോർ ഡ്യൂ ഡേറ്റ്.
ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ഇൻകം ടാക്സ് റിട്ടേണുകളെല്ലാം ഫയൽ ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത് നമ്മളെ സംബന്ധിച്ചെന്താണ് ഒരു ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് മാറുന്നത്. ദെൻ അടുത്ത് പറയുന്നതാണ് ടു പേ ഇൻഷുറൻസ് പ്രീമിയം ആസ് ആൻഡ് വെൻ ഇറ്റ് ബിക്കം ഡ്യൂ. നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും എന്താണ് ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസും ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഇൻഷുറൻസിന്റെ പ്രീമിയം ഒക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് അടച്ചു തീർക്കുക. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ ഡ്യൂസ് ഒക്കെ ഓൺ ടൈമിൽ തന്നെ നമ്മൾ അടയ്ക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടു പേ ബിൽ ഓൺ ടൈം. നമ്മുടെ ബില്ലുകളെല്ലാം ഇലക്ട്രിസിറ്റി ബില്ല് ആയിക്കോട്ടെ, വാട്ടർ ബില്ല് ആയിക്കോട്ടെ, മറ്റ് ബില്ലുകളെല്ലാം നമ്മൾ എന്താണ് ഓൺ ടൈമിൽ അടയ്ക്കുന്നു. എന്തുകൊണ്ടാ? നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ മാസം ഇന്ന പേയ്മെന്റുകളൊക്കെ ഉണ്ട്. ആ പേയ്മെന്റുകൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ടു ക്രിയേറ്റ് ആൻ എമർജൻസി ഫണ്ട്. നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയും ആയിക്കോട്ടെ, എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ, അതിൽ നിന്നൊരു എമർജൻസി ഫണ്ട് നമ്മൾ മാറ്റിവെക്കുക. കാരണം ഒരു അൺസർട്ടനിറ്റി സംഭവിച്ചാൽ, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അടുത്ത ഒരു 3 മാസത്തേക്കോ 4 മാസത്തേക്കോ 5 മാസത്തേക്കോ നമുക്ക് എന്താണ് ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, അല്ലെ ജോലി നഷ്ടപ്പെട്ടു, അടുത്ത ജോലി കിട്ടാനായിട്ട് ഒരു 2-3 മാസം നമുക്ക് സമയം ആവശ്യമാണ്. എന്നാൽ ഈ സമയത്ത് നമുക്ക് സാലറി ഇല്ല, പക്ഷെ നമ്മുടെ കുറെ എക്സ്പെൻസുകൾ എന്താണ് ഫിക്സഡ് കോസ്റ്റുകൾ നമുക്കുണ്ട്. അല്ലെ നമുക്ക് റെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് പേ ചെയ്യണം, കുട്ടികളുടെ ട്യൂഷൻ ഫീസ് കൊടുക്കണം, ഇങ്ങനെ കുറെ എന്താണ് എക്സ്പെൻസുകൾ നമുക്ക് മന്ത്ലി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. EMI ഉണ്ട്, ഇത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും എന്താണ് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ സാലറിയുടെ ഒരു 3 മാസത്തെ ഫണ്ടെങ്കിലും എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയാൽ, 6 മാസത്തെ പറ്റിയാൽ ഏറ്റവും ബെറ്റർ ആണ്. നമുക്ക് എന്താണ് ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ആണെന്ന് പറയാം. ഒരു അൺസർട്ടനിറ്റി ഉണ്ടായാലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമാണ് എമർജൻസി ഫണ്ട്. അത് ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തികളിലൊക്കെ എന്താണ് എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കും. ടു കോൺട്രിബ്യൂട്ട് ടു ആൻ റിട്ടയർമെന്റ് പ്ലാൻസ്. സോ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളെന്താണ് റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുകയും റിട്ടയർമെന്റ് പ്ലാനുകളെ കുറിച്ച് അറിയുകയും അതിലോട്ട് ഇപ്പോൾ തന്നെ എന്താണ് കോൺട്രിബ്യൂഷൻസ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. അത് ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആർക്കും എന്താണ് റിട്ടയർമെന്റ് പ്ലാനിലോട്ട് ഇപ്പോഴേ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫിനാൻഷ്യലി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഈ ബെനിഫിറ്റ്സുകളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, നമ്മുടെ ഇൻകം എക്സ്പെൻസ് തമ്മിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡെപ്റ്റ് ട്രാപ്പിൽ പോയി നമ്മൾ പെടുന്നു, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റ് ബഡ്ജറ്റുമായിട്ട് ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻഡ് അല്ല, നമുക്ക് ഇൻകം ടാക്സ് നമ്മൾ പ്രോപ്പർ ആയിട്ട് പേ ചെയ്യുന്നില്ല, നമ്മുടെ ബില്ലുകളെല്ലാം ഡ്യൂ ആയി കിടക്കുകയാണ്, പക്ഷെ നമുക്ക് നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് മാസാവസാന സേവിങ്സിലോട്ടോ ഇൻവെസ്റ്റ്മെന്റിലോട്ടോ പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, റിട്ടയർമെന്റ് പ്ലാനിൽ നമുക്ക് ചിന്തിക്കാനോ കോൺട്രിബ്യൂട്ട് ചെയ്യാനോ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ഫിനാൻഷ്യലി ഡിസിപ്ലിൻ അല്ല. നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എവിടെയോ നഷ്ടമായിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പോയിന്റുകൾ നമ്മളെ ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് എന്താണ് സബ്ജക്റ്റിനപ്പുറം പേഴ്സണൽ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഓർത്ത് വെക്കുക. ഇത് എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു കൊണ്ടുവരണമെന്ന് മനസ്സിലാക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ആ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഒരു വ്യക്തിയെ എങ്ങനെയാണ് റിയൽ ലൈഫിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.